അബുദാബിയിൽ ഒരു കിച്ചൺ സെറ്റ് ചെയ്യാൻ വന്നിട്ട് ഇല്ല ഒരു മാസം അവിടെ നിന്ന് ഞാനൊരു ചെറിയൊരു ബോട്ടിൽ ഇവിടുത്തെ മണൽ സൂക്ഷിച്ചിട്ട് കൊണ്ടുപോയി. ഇനി ഞാൻ ഇവിടെ വരുന്നത് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിട്ടായിരിക്കും. ചീഫ് സ്മിത്തിന് ഞാൻ ഒരാഴ്ച ഭക്ഷണം കൊടുത്തു. ആള് ഭയങ്കര സന്തോഷത്തിൽ എനിക്ക് ആളുടെ ഇതൊക്കെ ഓട്ടോഗ്രാഫൊക്കെ എനിക്ക് സൈൻ ചെയ്തു തന്നു. പുള്ളി ഞാനും കൂടെ ഉള്ളൊരു ഫോട്ടോ എടുത്ത് അത് ക്രിയേറ്റ് ചെയ്ത് അയാളുടെ സൈനും വെച്ചിട്ട് എന്നോട് പറഞ്ഞു എന്നെങ്കിലും ലണ്ടനിൽ വരികയാണെങ്കിൽ ഇത് എയർപോർട്ട് കാണിക്കണം, എന്നിട്ട് എൻ്റെ അടുത്ത് വരണമെന്ന്. ഒരു കുട്ടി ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആക്കുന്ന ഒരു കാര്യമാണ് പാചകകല. ആ കുട്ടി മെൻ്റലി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ആ കുട്ടി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം നമ്മളെടുത്ത് കഴിച്ചിട്ട് നല്ലത് എന്ന് പറയുമ്പം ഉണ്ടാവുന്നത് കുട്ടി വേറെ എന്ത് ചെയ്താലും ഇല്ല. എങ്ങനെയായിരുന്നു ആക്സിഡന്റ് സംഭവിച്ചത്? ആക്സിഡന്റ് നമ്മുടെ ജഗതി സാറിന് സംഭവിച്ച അതേ റോഡിൽ അതേ ഒരു ആഴ്ചയിലെ വ്യത്യാസത്തിലാണ് എനിക്ക് സംഭവിക്കുന്നത്. ഞാൻ സ്കൂട്ടർ ഒരു ഫെസ്റ്റിവൽ, ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഫെസ്റ്റിവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് എന്നെ വിളിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഫെസ്റ്റിവൽ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ലിസ്റ്റൊക്കെ ആയിട്ട് 5:30 മണിക്ക് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്, റോഡ് അന്ന് നമ്മുടെ IT പാർക്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബൈപ്പാസിൽ. ഇപ്പോൾ ഈ പോസ്റ്റുകളൊക്കെ കൊണ്ടുപോയി താഴെട്ടുണ്ട്. ഞാൻ ഈ ഒരു പോസ്റ്റിന് കുഴിച്ചൊരു വലിയ കുഴിയുണ്ട്, ഞാൻ അതിൽ വീഴും, ഞാൻ എൻ്റെ മുഖം ചെന്നിട്ട് ആ പോസ്റ്റിലിടിച്ച് 37 പീസസ് ആയിപ്പോയി. എൻ്റെ ഫേസ് ബോണ് എല്ലാം പൊട്ടിയതാണ്. ഇനിയൊരു ഭാഗമല്ലേ പൊട്ടാത്തത്. ഈ സ്കള്ള് പൊട്ടി, ഫ്ലൂയിഡൊക്കെ പുറത്തു വന്നു. എനിക്ക് രുചിയും മണവും ഒന്നും അറിയാണ്ടായിപ്പോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മ എനിക്കൊക്കെ റിക്കവറി ആയി, ഞാനൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു 5 മാസത്തോളം ഞാൻ ജോലി ചെയ്തിട്ടില്ല. കിച്ചണിൽ കയറി ഞാൻ ഫുഡ് ഉണ്ടാക്കി. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കി സാമ്പാർ പൊടി എടുത്തിട്ട് ചിക്കൻ മസാല എടുത്ത് സാമ്പാർ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കി. അപ്പോൾ അമ്മോട് ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മ, നല്ലതല്ലേ? അപ്പോൾ അമ്മ പറഞ്ഞു ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അമ്മ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം അമ്മ മകളോട് പറഞ്ഞു അമ്മ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, അമ്മ ചിക്കൻ മസാല എടുത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയതെന്ന്. പിന്നെ എന്നെ സംബന്ധിച്ച് ആ സമയത്തായിരുന്നു ഒരു ഫെസ്റ്റിവൽ എനിക്ക് ചെയ്യേണ്ടി വന്നത്. എനിക്ക് ബെസ്റ്റ് ഓഫ് കേരള, ബെസ്റ്റ് ഓഫ് ഇന്ത്യ അവാർഡ് അതിൽ നിന്ന് കിട്ടി. പക്ഷേ അന്ന് എനിക്ക് രുചിയും മണവും അറിയില്ല. പക്ഷേ ഞാൻ അവരോടത് പറഞ്ഞില്ല. കാരണം അതെന്നെ മാനസികമായി തകർക്കുമെന്ന് എൻ്റെ ബോധം മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അങ്ങനെ നീ അങ്ങനെ വിചാരിക്കേണ്ട, നിനക്കെല്ലാം കഴിയും. പക്ഷേ ഞാൻ മനസ്സിലാക്കി ആരും കൈകൊണ്ടല്ല പാചകം ചെയ്യുന്നത്, മനസ്സുകൊണ്ടാണ്. അതൊരു സ്നേഹത്തിൽ തുടങ്ങി സ്നേഹത്തിൽ അവസാനിക്കുന്ന ഒരു സാധനമാണ് പാചകം. അത് സ്നേഹത്തിലേ തുടങ്ങാവൂ, സ്നേഹത്തിലേ അവസാനിപ്പിക്കാവൂ. അപ്പം അതിൽ നിന്ന് എനിക്കറിയാം. അപ്പം ഞാൻ മനസ്സിലാക്കി ഇതൊക്കെ എല്ലാം നമ്മുടെ മനസ്സാണ്. മനസ്സിൽ വിചാരിച്ചാൽ സാധിക്കാത്തതൊന്നുമില്ല. ഏത് വർഷമാണ് ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഗൾഫിൽ വന്നിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി? ഞാനൊരു 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ വന്നത്. ആദ്യം ഞാൻ 2000-ൽ വന്നു, ഒരു 4 വർഷം നിന്നിട്ട് ഞാൻ തിരിച്ചുപോയി. പിന്നെ 2010-ൽ വന്നിട്ട് ഞാൻ 2014-ലാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഒരു 7-8 വർഷം ഞാൻ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ റാസൽ ഗെയിമിലൊക്കെ ഞാൻ വന്നിട്ട് ഒരു വർഷമാണ് നിന്നത്. ഒരു വർഷം നിന്ന് അവർക്കൊരു സെറ്റ് ചെയ്ത് കൊടുത്തു, അവരുടെ റൺ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകും. പിന്നെ അങ്ങനെ ഞാൻ ഗൾഫിൽ ഒരു 9 വർഷത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു. റാസൽ ഗെയിമിൽ ചേച്ചി ഉണ്ടായിരുന്നു? ദുബായിൽ ഗ്രീൻ കമ്മ്യൂണിറ്റിക്കകത്തുണ്ടായിരുന്നു. യു എയിൽ ഞാൻ 5-6 എമിറേറ്റ്സിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അബുദാബിയിലുണ്ടായിരുന്നു. അബുദാബിയിൽ ലാസ്റ്റ് ഞാൻ അബുദാബിയിൽ ഒരു കിച്ചൺ സെറ്റ് ചെയ്യാൻ വന്നിട്ട് ഇല്ല ഒരു മാസം അവിടെ നിന്ന് ഞാനൊരു ചെറിയൊരു ബോട്ടിൽ ഇവിടുത്തെ മണൽ സൂക്ഷിച്ചിട്ട് കൊണ്ടുപോയി. ഇനി ഞാൻ ഇവിടെ വരുന്നത് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിട്ടായിരിക്കും. അല്ലെങ്കിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് മണൽ കൊണ്ടുപോവാണ്. മണൽ എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞൊരു നമ്മുടെ ഈ ഇത് വരില്ലേ, നമ്മുടെ തലയിൽ വരട്ടുന്ന ഇതിൻ്റെ അമൃതാഞ്ജനൊക്കെ വരുന്ന ചെറിയൊരു ബോട്ടിൽ ഈ മണൽ എൻ്റെ പൂജാമുറിയിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോവാണ്. എന്നിട്ട് മക്കളൊക്കെ 7-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ് ഞാൻ എന്നിട്ട് അവരോട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് യുഎയിലെ മണ്ണാണ്, ഇതിവിടെ സൂക്ഷിച്ച് വെക്കണമെന്ന്. അപ്പോൾ എൻ്റെ ഷോക്കേസിൽ ഒരുപാട് നാളത് ഉണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അത് വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. ശരി. അങ്ങനെ ഒരു ഉള്ളിലൊരു ഉൾവിളി ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് സാധിക്കാൻ പറ്റാത്തത് ഞാൻ ഡ്രീം ചെയ്യാറില്ല. എനിക്ക് സാധിക്കാൻ പറ്റുന്നത് ഞാൻ ഡ്രീം ചെയ്തുകൊണ്ടേയിരിക്കും. അതെനിക്ക് പറ്റും. എൻ്റെ സുഹൃത്ത് പറയുന്നു, എഴുത്തത്ര എളുപ്പമുള്ള കാര്യമല്ല, എഴുതിയ DC നിൻ്റെ പബ്ലിഷ്. ഞാൻ DC കൊണ്ട് തന്നെയാണ് ഞാൻ പബ്ലിഷ്. അതിലും ഒരു കഥയുണ്ട്. ഒരു 30-32 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു എഴുത്തുകാരിയല്ല, ഒരു പാചകക്കാരിയല്ല, അങ്ങനെ തന്നെ പറയാം. സ്വാഭാവികമായിട്ടും
ഒരു കുക്ക് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെച്ചൊരു സമയമാണ്, ഒരു 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി. അപ്പം ഞാൻ അന്ന് DC കിഴക്കേമുറിയായിരുന്നു, ഫാദറായിരുന്നു. കോട്ടയത്ത് ഞാൻ ചെല്ലാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ. അതൊരു സാധാരണ ഓഫീസായിരുന്നു. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു. അന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ട്രെയിൻ കയറിയത്. അതുവരെ ഞാൻ ട്രെയിനിൽ കയറിയിട്ടില്ല. അങ്ങനെ ട്രെയിൻ കയറി ഞാൻ എറണാകുളത്ത് വന്നിട്ട് കോട്ടയത്തേക്ക് പോകാനൊന്നും എനിക്കറിയില്ല. എറണാകുളത്ത് വന്നൊരു KSRTC ബസ്സിൽ ഞാൻ കോട്ടയത്ത് വരികയാണ്. ചെറിയ കുട്ടികളാണ് എനിക്ക്, 2 പേരേ ഉള്ളൂ. അപ്പം ഞാൻ ഇയാളുടെ അടുത്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത്. ഒരു ചെറിയ നോട്ട്ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പാചകത്തിനെ കുറിച്ച് എഴുതിയ നോട്ട്ബുക്ക്. അപ്പം കുറേ നേരം ഇരുന്നിട്ടും വിളിക്കുന്നില്ല. തിരിച്ചെനിക്ക് വീട്ടിലെത്തണ്ട. വീട്ടുകാർ ചോദിക്കില്ലേ രാത്രി നീ എവിടെ പോയി, എന്തിനു പോയി, അങ്ങനെ അന്നൊക്കെ ഒരു ഭയമുണ്ട്. ഇന്നിപ്പം 10 മാസം എവിടെ നിന്നാലും ഒരു ഭയവും ഇല്ല. അപ്പം എന്നോട് കുറേ നേരം കഴിയുമ്പോൾ ഞാൻ ആ പിയൂണിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഒന്ന് അയാളെ കാണിക്കുമോ, ഞാനൊന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. ശരി പറഞ്ഞോട്ടെ, അയാളോട് പറഞ്ഞു അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഈ ബുക്ക് കൊടുത്തപ്പം ആള് ബുക്ക് മറിച്ച് പോലും നോക്കാതെ ആളിങ്ങനെ മറ്റേ KM മാത്യുവിൻ്റെയും തങ്ക ഫിലിപ്പിൻ്റെ ഒക്കെ ബുക്ക് എടുത്തിട്ട്, കുട്ടി ഈ ബുക്കൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടി എഴുതിയ ബുക്ക് ആര് വായിക്കാനാ, കുട്ടി പോയിക്കോളൂ കുട്ടി. ഞാൻ എന്നിട്ടും എൻ്റെ പുസ്തകം എഴുത്തുക എന്നുള്ള ആഗ്രഹം ഞാൻ നിർത്തി വെച്ചില്ല. ഞാനത് വെച്ചു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. പിന്നീട് ഒരു 35 വർഷങ്ങൾക്ക് ശേഷം രവി സാർ എൻ്റെ ഹോട്ടലിൽ, എൻ്റെ നമ്പറൊന്നും അറിയില്ല, ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്ക് ഒരു കോള്, ഷെഫ് ലതയുണ്ടോ, അപ്പോൾ എന്നെ കുട്ടിയൊന്ന് വിളിച്ചു, ഷെഫിന് ഒരു കോളുണ്ട് ഷെഫ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ മലബാർ കഫേയിൽ കണക്ട് ചെയ്ത് ഞാൻ സംസാരിക്കും. ഞാൻ DC രവിയാണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്യാനാണോ ഫുഡ്, നമ്മളെ മനസ്സിലതേ ഉള്ളൂ. അതല്ല ഷെഫ് ലത, നിങ്ങളുടെ ഒരു പുസ്തകം എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ പറയും കാലത്തിൻ്റെ എന്താണ്, കാലം തെളിയിക്കാത്തതൊന്നുമില്ല. ആഗ്രഹിച്ചത് നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു തരികയാണ്. സാർ എത്ര മാസം കൊണ്ട് എഴുതി തരും? അപ്പോൾ ആൾ വിചാരിച്ചാൽ ഞാൻ 6 മാസമൊക്കെ പറയും. ഞാൻ 2 മാസം കൊണ്ട് എഴുതും. എത്ര റെസിപ്പി തരും? ഞാൻ 300-ലധികം തരും ഞാൻ റെസിപ്പി. മറൈൻ ഡ്രൈവിലെ ആ വെളിച്ചത്തിലിരുന്ന് ഞാൻ രാത്രിയിലിരുന്ന് എഴുതിയ പുസ്തകമാണ് എൻ്റെ 368 റെസിപ്പിയുള്ള കേരളത്തിൻ്റെ ഫൊർഗോട്ടൻ റെസിപ്പീസ് ഉള്ള ഈ പുസ്തകം. ഇതെ ലത പാചകം എന്ന് പറയുന്ന പുസ്തകം. അപ്പം അതൊരു, അതായത് നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചു, പക്ഷെ അത് കാലം നമ്മൾ അതിൽ തന്നെ വീണ്ടും നമ്മൾ എത്തിച്ചു. ഒരുപാട് സെല്ല് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എഴുതി. ഇപ്പം 2 പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. ഒന്ന് കൊളോണിയൽ സംസ്കാരം എഴുതാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, കേരള ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പം ഏറ്റവും കൂടുതൽ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ നന്നായിട്ടുള്ള കടന്നുകയറ്റുണ്ട്. പാചക രീതി തൊട്ടിട്ട് വിളമ്പുന്നത് തൊട്ടും കൊളോണിയൽ സംസ്കാരമാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ബുഫേ, നമ്മളിടുന്ന ടേബിൾ സെറ്റ്, നമ്മൾ നിലത്തിരുന്ന് പന്തിയിലിരുന്ന് കഴിച്ചവരാ. ചെറിയ ഒരു ഇലയുടെ ഒരു എന്താ പറയുക, ഈ കൈതോല പായ, ചെറിയ പായ, പന്തിപ്പായ എന്ന് തന്നെ പറയും. ചെറിയ പായയിൽ ഇരുന്ന് കഴിച്ചിരുന്നതാണ്. ആ ഇരുന്ന് കഴിക്കുന്നതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഒന്നത് നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു ലിമിറ്റഡ് ഫുഡേ കഴിക്കാൻ പറ്റും. നിന്ന് നമ്മൾ നടന്നും കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കാം. അപ്പോൾ ആ ഒരു അന്നത്തെ വിളമ്പിൽ അന്ന് ഒരുപാട് ആളുകൾ വരുമല്ലോ. അന്നിങ്ങനെ മേശയും ബെഞ്ചൊന്നും ഉള്ള സംവിധാനം ആയിട്ടില്ല എന്നുള്ളത്. ശാസ്ത്രീയ വശം വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും നിലത്തിരുന്ന് കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് ക്വാണ്ടിറ്റി കുറച്ച് മതി. അങ്ങനെ ഒരു ഇതുണ്ട്. അതെ. അപ്പം ഈ സദ്യയെ കുറിച്ച് പറയുമ്പോഴും ശരിക്കും സദ്യ എങ്ങനെയാണ് അതിൻ്റെ ഒരു വിളമ്പുന്ന സ്റ്റൈല് അല്ലെങ്കിൽ കഴിക്കുന്ന സ്റ്റൈല്? ശരിക്കും സദ്യ വിളമ്പുമ്പം ഉപ്പ് തൊട്ടിട്ടാണ് വിളമ്പേണ്ടത്. ഉപ്പ്, മധുരം, അങ്ങനെ വരുന്നത്, എരിവ്, പുളി, ചവർപ്പ്, അങ്ങനെ ആ പഞ്ചരസങ്ങളും നമ്മുടെ ആ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വിളമ്പുന്നതാണ്. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് വിളമ്പി, അതിൻ്റെ അടുത്ത് തന്നെ ഉപ്പേരികൾ വിളമ്പി, അത് കഴിഞ്ഞ് നാരങ്ങക്കറി, മാങ്ങക്കറി, ഇഞ്ചിപ്പുളി, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, അങ്ങനെ തന്നെ വിളമ്പണം. അങ്ങനെ തന്നെ കഴിക്കുകയും വേണം. അങ്ങനെ ഓരോന്നും എടുത്തിട്ട് വേണം നമ്മൾ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാൻ. അവസാനം നമ്മൾക്ക് നമ്മുടെ ഡൈജഷനൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട്, ഇത്രയും കഴിച്ചതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രസം കൂട്ടിയിട്ടൊന്ന് കഴിക്കുന്നു. മോര് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായ ഒന്ന് ക്ലിയറായി. എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പായസം വിളമ്പി കഴിഞ്ഞ് പായസം കഴിച്ചു കഴിയുമ്പോൾ നാരങ്ങക്കറി കഴിക്കുന്നു. നാരങ്ങക്കറി നമ്മുടെ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ബിറ്ററായിട്ടുള്ള സിട്രസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഗണപതി നാരങ്ങ എന്ന് പറയും. അതൊരു മരുന്നുമാണ്, നമ്മൾക്ക് ബാലൻസ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. ഓലൻ എന്ന് പറയും, നമ്മൾ ഇത്രയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഓലൻ കഴിച്ചു കഴിഞ്ഞാൽ ഉപ്പുണ്ടാവില്ല, ഓലനിൽ ഉപ്പിടാൻ പാടില്ല എന്നാണ്. അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ ബാക്കിയുള്ളത് കഴിക്കുന്നത്. അപ്പോൾ ഈ നമ്മളെ ടേസ്റ്റ് ബഡ്സിനെ ഇത്രയും എരിവും പുളിയും ഒക്കെ ചേർന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു ഉപ്പില്ലാത്ത സാധനം കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സിൽ കുറച്ചും കൂടി ഉമിനീര് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ബാക്കിയുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു
ഇതുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് മടുപ്പായി. പായസം കൂടെ കഴിച്ച് നാരങ്ങക്കറിയും കഴിച്ചാൽ നമ്മുടെ ഫുഡ് ബാലൻസ്. പിന്നെ ട്രിവാൻഡ്രം ഭാഗത്തേക്കൊക്കെ ഒരു 3 പ്രാവശ്യം ചോറ് വിളമ്പും. അത് മലബാർ ഏരിയയിലേക്കില്ല. ഓ അങ്ങനെയാണ്. തിരുവനന്തപുരം ഭാഗത്ത് ആദ്യം സാമ്പാറും പരിപ്പ്, നെയ്യ്, സാമ്പാർ, അത് കഴിഞ്ഞിട്ട് മോര് കൂട്ടിയിട്ടൊരു കഴിപ്പ്, രസം കൂട്ടിയിട്ടൊരു കഴിപ്പ്, അങ്ങനെ 2-3 പ്രാവശ്യം. പിന്നെ പായസത്തിന് ബോളി സമ്പ്രദായമൊക്കെ ആ ഒരു തമിഴ്നാട് ആ ഒരു രീതിയിലേക്ക് വരും. ആക്ച്വലി ബോളി എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയുടെ തന്നെയാണെന്നാണ്. കാരണം അത് ദാലും മൈദയും ചേർത്തുണ്ടാക്കുന്ന അങ്ങനെ അവർ കഴിക്കുന്ന ഒരു റൊട്ടിയാണ്. അതിനെന്തോ ഒരു പേരുണ്ട്, സ്വീറ്റായിട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് അത് ഒരു ടച്ച് വന്നപ്പം അതൊരു പായസത്തിൽ ചേർത്ത് കഴിക്കുന്ന ഒരു സാധനം. അതെ അതെ, അത് ശരിക്കും ആക്ച്വലി ആ ബോളി ഉണ്ടാക്കുന്നത് തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ്. മൈദയും എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് കുഴയ്ക്കാൻ പാടുള്ളൂ. നല്ലെണ്ണ മാത്രം ഉപയോഗിക്കുക കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് കുഴച്ചിതാക്കിയിട്ട് കടലപ്പരിപ്പ് വേവിച്ച് അരക്കുകയാണ്. അരച്ചിട്ട് പഞ്ചസാര പൊടിയാണ് ചേർക്കുന്നത്. ഇത് അതിനകത്ത് സ്റ്റഫ് ചെയ്ത് തിന്നായിട്ട് നെയ്യ് ഒഴിച്ച് പരത്തിയെടുത്തിട്ട് നെയ്യിലാണ് അത് ചുട്ടെടുക്കുന്നത്. ഓ, അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ്. കാരണം ട്രിവാൻഡ്രത്ത് ഇപ്പം ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്. സേമിയ പായസവും ആണ് അതിൻ്റെ കോമ്പിനേഷൻ. അപ്പം ഇത് ഇങ്ങനെയുള്ള മേഖലയിലൂടെ വന്നു. ഇവിടുന്ന് തിരിച്ച് നാട്ടിൽ പോയതിന് ശേഷം എന്തായിരുന്നു ഫസ്റ്റ്, എവിടെയാണ് ജോബ്? നാട്ടിൽ പോയിട്ട് ഞാൻ റാവീസിൻ്റെ 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെയാണ്. അതും ഒരു കഥയാണ്. ഇവിടെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രവി പിള്ള സാറ് പറയുകയാണ്, എനിക്ക് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ശരിക്കും കിട്ടിയിട്ടില്ലായിരുന്നു. എന്താണ് റെസ്റ്റോറൻറ്റ്? അങ്ങനെ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രവി പിള്ള സാറിൻ്റെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തികളാണ് അവരൊക്കെ. രവി പിള്ള സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ആൾക്ക് ട്രയൽ അടിക്കുന്നത് ഞാൻ അയാളുടെ വീട്ടിലാണ്. അയാളുടെ ഒരു പുതിയ വീട്ടിൽ പുതിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ പുള്ളി എന്നോട് പറയാം, ഞാനൊരു പുതിയ ഹോട്ടൽ കാലിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ വീടിൻ്റെ അടുത്ത് ദിവസവും വീട്ടിൽ പോവാം, കുട്ടികളുടെ കൂടെ നിൽക്കാം. പക്ഷേ കുട്ടികളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും കണ്ടില്ല. ഞങ്ങൾ കരസേന നാവികസേനയൊക്കെ ഒരുമിക്കുന്ന വളരെ അപൂർവമാണ്. കാരണം എന്താ, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവർ സ്കൂളിൽ പോകുന്ന നേരം ആകുമ്പോഴേക്കായിരിക്കും ഞാൻ ഹോട്ടലിലായിരിക്കും. അവർ വരുമ്പോഴേ ഞാൻ വന്നിട്ടുണ്ടാവും രാത്രി 12 മണി, അപ്പോഴേക്കും അവർ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ കാണാറേ ഇല്ല. എന്ന് സൺഡേ അവർക്ക് ലീവുള്ള ദിവസം എനിക്ക് എക്സ്ട്രാ ജോലിയാണ് ഹോട്ടലിൽ. സൺഡേ സാറ്റർഡേ നമുക്ക് ലീവ് എടുക്കാനേ പറ്റില്ല. ഹോട്ടൽ ഇൻഡസ്ട്രി കാണുന്നവർക്ക് ഭയങ്കര കുട്ടികളൊക്കെ പുതിയ കുട്ടികളൊക്കെ വരുമ്പോൾ ഒരു ഫാൻറ്റസി വേൾഡിലേക്കാണ് അവർ വരുന്നത്. പക്ഷേ ഫാൻറ്റസി വേൾഡ് ഒന്നും അല്ല ഹോട്ടൽ ഇൻഡസ്ട്രി. വെരി ടഫാണ്. നല്ല ഡെഡിക്കേഷൻ വേണം, നല്ല സ്നേഹം വേണം, നല്ല പാഷൻ വേണം. അപ്പം ഇങ്ങനെ ഞാൻ ആ ഒരു റാവീസ് ഹോട്ടലിൽ അവിടെ ജോയിൻ ചെയ്യാണ്. അവിടെ ഞാൻ 2 വർഷത്തോളം നിന്നു. അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. യൂസുഫ് അലി ഖാൻ്റെ ഇവിടെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ടെന്നും അവിടുത്തെ ഷെഫ്മാർ എന്നെ കാണാൻ വരികയാണ്. കാണാൻ വന്നിട്ട് ഇങ്ങനെ കാണാൻ അവർ വന്നത്, എനിക്കറിയില്ല എന്നെ കാണാൻ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഞാൻ അവരുടെ അടുത്ത് അങ്ങോട്ട് ഇൻ്റർവ്യൂവിനൊന്നും പോയിട്ടില്ല. അപ്പോൾ അവരെന്നെ വിളിക്കുകയാണ്, ഷെഫിലത ഞങ്ങളുടെ അടുത്ത് ഞങ്ങളൊരു ലേഡീസ് കിച്ചൺ സെറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ യൂസുഫ് അലി സാറിൻ്റെ ആണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതാ എന്തെങ്കിലും ഒന്ന് യൂസുഫ് അലി ഖാനെ കാണണം. ഞാൻ പത്രത്തിൽ ഇങ്ങനെ കാണുമ്പോഴേക്കും എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് വായിക്കുമ്പോഴേക്കും എനിക്ക് കണ്ടേ പറ്റൂ. പക്ഷെ ദൈവമേ, നമുക്ക് എങ്ങനെ കാണാനാണ്? അങ്ങനെയുള്ള ആൾക്ക് തൊട്ടടുത്ത് നിന്ന് ഭക്ഷണം കൊടുക്കാനും എൻ്റെ കൈ കൊണ്ട് ഒരുപാട് തവണ ഭക്ഷണം കൊടുത്തു. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡ്രീം ചെയ്തതൊക്കെ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ എനിക്ക് സാധിക്കാൻ പറ്റും. ഞാൻ വലിയൊരാളാവണം അല്ലെങ്കിൽ വലിയതാവണം എന്നൊന്നും ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ സ്വപ്നങ്ങളും വേണ്ട. എനിക്ക് മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യനായിട്ട് നിന്ന് അങ്ങനെയുള്ളൊരു ജീവിതം മതി. യൂസുഫ് അലിക്ക് ഇഷ്ടപ്പെട്ട എന്താണ്? യൂസുഫ് അലിക്ക് നാടൻ ഭക്ഷണം ഇഷ്ടം. ചാള ഭയങ്കര ഇഷ്ടമാണ്. ഇഡലി സാമ്പാർ ഇഷ്ടമാണ്. പുള്ളിക്ക് ഒരു പ്രത്യേകത ഒക്കെ ഉണ്ട് ഉണ്ടാക്കുന്നതിൽ. എരിവ് അധികം പാടില്ല, ഉപ്പ് അധികം പാടില്ല. മധുരം ഇഷ്ടമാണെങ്കിൽ കൂടി പുള്ളിക്ക് കുറച്ച് മധുരം കഴിക്കാൻ പറ്റാത്ത, അതുകൊണ്ട് തന്നെ മധുരം ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ പുള്ളിക്ക് അടയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അധികം ഡേറ്റ്സും അങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഇട്ട് ഞാൻ എൻ്റെ ഒരു പ്രത്യേക അനുപാതത്തിൽ ആ പഴത്തിനെ ഞാൻ ചൂടാക്കിയെടുത്ത് അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്നൊരു മധുരം ഉണ്ടല്ലോ, അതൊരു തേന് പോലെയാവും. ഈ പൈനാപ്പിളും ആപ്പിളും ഡേറ്റ്സും കൂടെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ഒരു തേൻ്റെ രീതിയിൽ വരും. അതെടുത്ത് ഞാൻ കൊക്കനട്ടൊക്കെ മിക്സ് ചെയ്ത് പുള്ളിക്ക് അട ഉണ്ടാക്കി കൊടുക്കും. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തെ കാണാൻ പറ്റുക തന്നെ മഹാഭാഗ്യമാണ്. അതും അദ്ദേഹം അടുത്ത് വന്ന് കൈപിടിച്ച്, ഞാൻ പറഞ്ഞേ എളിയ മനുഷ്യന്മാരെന്ന് പറഞ്ഞത് അവരൊക്കെ അതേപോലെ തന്നെ രവി പിള്ള സാറും വന്നു കഴിഞ്ഞാൽ റൂമിൽ ഞാനാ പോവുക, ഓർഡർ എടുക്കാൻ ഞാനാ പോവുക. അപ്പം പുള്ളി പറയും, പുള്ളീൻ്റെ അടുത്ത് നിൽക്കുന്ന ആരായാലും പറയും, നിങ്ങൾ വേണ്ട, നിങ്ങൾ മാറിയിരുന്നു, ഞാൻ ലതയോട് പറഞ്ഞോളാം.
വളരെ സിമ്പിളായിട്ടുള്ള വ്യക്തികളാണ് അവരൊക്കെ. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വഴി. പിന്നെ സ്റ്റീവ് സ്മിത്തിന് ഞാൻ ഒരാഴ്ച ഭക്ഷണം കൊടുത്തു. ആൾ ഭയങ്കര സന്തോഷത്തിൽ എനിക്ക് ആളുടെ ഇതൊക്കെ ഓട്ടോഗ്രാഫൊക്കെ എനിക്ക് സൈൻ ചെയ്തു തന്നു. പുള്ളി ഞാനും കൂടെ ഉള്ളൊരു ഫോട്ടോ എടുത്ത് അത് ക്രിയേറ്റ് ചെയ്ത് അയാളുടെ സൈനും വെച്ചിട്ട് എന്നോട് പറഞ്ഞു എന്നെങ്കിലും ലണ്ടനിൽ വരികയാണെങ്കിൽ ഇത് എയർപോർട്ട് കാണിക്കണം, എന്നിട്ട് എൻ്റെ അടുത്ത് വരണമെന്ന്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അങ്ങനെയുള്ള വലിയ വലിയ വ്യക്തികളെ കാണാനും അടുത്ത് അവർക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്കൊരാളിന് ഭക്ഷണം കൊടുക്കാൻ കഴിയുക. ആ ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ആർക്കും ഭക്ഷണം കൊടുക്കാം, പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെടുകയും വീണ്ടും നമ്മളോട് അതിനോട് അവസരം അവർ വന്നാൽ നമ്മളടുത്ത് വരികയും ചെയ്യുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. അതെ, നമ്മൾ അതല്ല നമ്മൾക്ക് കാണാൻ പറ്റാത്ത അല്ലേ, നമുക്ക് അടുത്ത് കാണാൻ പറ്റാത്ത വ്യക്തികളാണ് അവർ. എന്നെ സിനിമയൊന്നും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടില്ല. സിനിമക്കാരെ കാണണം, ഫോട്ടോ എടുക്കണം, അതൊന്നും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടൊന്നുമില്ല. അവരെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ അതില്ലെങ്കിലും ലോകത്ത് ജീവിക്കാം. പക്ഷെ ഭക്ഷണം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പം ഞാൻ എപ്പോഴും പറയും സ്കൂളിലൊക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ട ഒരു സംഗതിയാണ് പാചകം എന്ന് പറയുന്നത്. ഒരു കുട്ടി ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആക്കുന്ന ഒരു കാര്യമാണ് പാചകകല. ആ കുട്ടി മെൻ്റലി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ആ കുട്ടി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം നമ്മളെടുത്ത് കഴിച്ചിട്ട് നല്ലത് എന്ന് പറയുമ്പം ഉണ്ടാവുന്നത് കുട്ടി വേറെ എന്ത് ചെയ്താലും ഇല്ല. ശരിയാണ്. കാരണം അതിൻ്റെതായ ഒരു ക്രിയേറ്റീവായ ഒരു ഇത് അവിടെ ഉണ്ടാവും. ഇന്നത്തെ കുട്ടികൾക്ക് നല്ല കഴിവുണ്ട്, പക്ഷെ അവരൊന്നും സ്കൂളിൽ അത് ഒരു പാഠ്യവിഷയമാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗപ്പെടുന്ന ഒരു സാധനം അല്ലേ. തീർച്ചയായിട്ടും. സിംഗിൾ ആണെങ്കിൽ പോലും ആണായിരുന്നാലും പെണ്ണായിരുന്നാലും കുട്ടികളായിരുന്നാലും അവർക്ക് അതുകൊണ്ടൊരു ഫ്യൂച്ചറിൽ നമുക്ക് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് അതെ ജീവിതത്തിന് അവസാനം വരെ ആദ്യമല്ല ഇടയ്ക്കുമല്ല നമുക്കൊരു പാചകക്കാരിനെ വെച്ചാൽ പോലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ടേസ്റ്റിനനുസരിച്ച് നമുക്കൊരു പാചകം ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു അച്ചീവ്മെൻ്റ് ആണ്.